പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേന്ദ്ര സർവീസിൽ ഇക്കൊല്ലം വരുന്ന വലിയ അവസരങ്ങളെക്കുറിച്ചും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന സുപ്രധാന പരീക്ഷകളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ലക്ഷക്കണക്കിന് പേർ അപേക്ഷിക്കുന്ന SSC CGL കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ വിജ്ഞാപനം കഴിഞ്ഞ ആഴ്ച വന്നല്ലോ. ബിരുദം പ്രധാന യോഗ്യതയായ ഈ തസ്തികയിൽ മാത്രമുള്ളത് 14,582 ഒഴിവുകളാണ്. +2 യോഗ്യതയായുള്ളവർക്കായി SSC CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ വിജ്ഞാപനവും വൈകാതെ തന്നെ വരും. അത് എന്താണെന്ന് നോക്കാം. SSC CHSL +2 യോഗ്യതയായുള്ളവർക്ക് കേന്ദ്ര സർക്കാർ ജോലി ലഭിക്കാനുള്ള മികച്ച അവസരമാണ് ഈ പരീക്ഷ. കേന്ദ്ര സെക്രട്ടേറിയറ്റ് സർവീസ് തുടങ്ങിയ വിഭാഗങ്ങളിലായിരിക്കും നിയമനം. വിജ്ഞാപനം ജൂൺ 23 വരും. ആദ്യഘട്ട പരീക്ഷ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കാം. 18നും 27നും മധ്യയാണ് പ്രായം. അതായത് 18നും 28 വയസ്സ് ഉൾപ്പെടെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. സംവരണ വിഭാഗക്കാർക്ക് ഇളവുണ്ട്. 19,900 മുതൽ 81,100 രൂപ വരെയാണ് ശമ്പള സ്കെയില്. അടുത്തത് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ CPO. ബിരുദ യോഗ്യത ഉള്ളവർക്ക് സേനകളിലും പാരാമിലിറ്ററി വിഭാഗങ്ങളിലുമായി കേന്ദ്ര സർവീസ് ജോലി ലഭിക്കാനുള്ള പരീക്ഷയാണ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ITBP, സശസ്ത്ര സീമാബൽ SSB തുടങ്ങിയ കേന്ദ്ര പോലീസ് സേനകളിൽ ജോലി ലഭിക്കാൻ ഈ പരീക്ഷ അവസരമൊരുക്കുന്നു. 20നും 25നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. സംവരണ വിഭാഗക്കാർക്ക് ഇളവുണ്ട്. ഈ വിജ്ഞാപനം ജൂൺ 16 വരും. പരീക്ഷ സെപ്റ്റംബറിൽ പ്രതീക്ഷിക്കാം. അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് MTS. 10ാം ക്ലാസ് യോഗ്യതയാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. വിജ്ഞാപനം ജൂൺ 26 വരും. സെപ്റ്റംബർ ഒക്ടോബറിൽ പരീക്ഷ പ്രതീക്ഷിക്കാം. 18 മുതൽ 25 പ്രായക്കാർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഹവിൽദാർ തസ്തികയിൽ 27 പ്രായപരിധി. 18,000 മുതൽ 22,000 വരെയാണ് ശമ്പള സ്കെയിൽ. അടുത്തത് GD ജനറൽ ഡ്യൂട്ടി കോൺസ്റ്റബിൾ. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കു CISF, CRPF, BSF, ITBP, SSB തുടങ്ങിയ കേന്ദ്ര പോലീസ് സേനകളിൽ ജോലി ലഭിക്കാൻ അവസരമൊരുക്കുന്ന SSC പരീക്ഷയാണിത്. 18 മുതൽ 23 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം. 21,700 മുതൽ 69,100 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ. ഈ വിജ്ഞാപനം ഒക്ടോബറിൽ വരും. ജനുവരിയിലായിരിക്കും പരീക്ഷ. അപ്പോൾ ഈ വർഷം ഒത്തിരി പരീക്ഷകളാണ് SSC നടത്താൻ പോകുന്നത്. അടുത്തത് സ്റ്റെനോഗ്രാഫർ. +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഈ വിജ്ഞാപനം ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. 261 ഒഴിവുകളുണ്ട്. ഗ്രേഡ് Cയിൽ 18 മുതൽ 20 വയസ്സ് വരെ, ഗ്രേഡ് Dയിൽ 18 മുതൽ 27 വയസ്സ് വരെ എന്നിങ്ങനെയാണ് പ്രായപരിധി. പരീക്ഷ ഓഗസ്റ്റ് 6 മുതൽ 11 വരെയാണ്. ഇതിൻ്റെ പരീക്ഷ സിലബസ് ഞാനൊന്ന് വായിച്ചേക്കാം. ഫസ്റ്റ് പ്രിലിമിനറി എക്സാം ഫസ്റ്റ് ഘട്ടം 2 മണിക്കൂർ, അതായത് ടയർ 1 2 മണിക്കൂർ 200 ചോദ്യങ്ങളാണ്, 200 മാർക്കിൻ്റെ. ജനറൽ അവയർനെസ് 50 ചോദ്യം 50 മാർക്കിൻ്റെ. ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 50 ചോദ്യം 50 മാർക്കിൻ്റെ. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ 100 ചോദ്യം 100 മാർക്കിൻ്റെ. ഇനി സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഷോർട്ട് ആൻഡ് ടൈപ്പിംഗ് ഗ്രേഡ് സിക്കാർക്ക് ഗ്രേഡ് സിക്കാർക്ക് 100 വേർഡ് പെർ മിനിറ്റ്.
ഗ്രേഡ് ഡിക്കാർക്ക് 80 വേർഡ്സ് പെർ മിനിറ്റ് എന്നിങ്ങനെയാണ് ടൈപ്പിങ്ങിൻ്റെ മാനദണ്ഡം. അടുത്തത് ജൂനിയർ എഞ്ചിനീയർ JE. ജൂൺ 30 വിജ്ഞാപനം പ്രതീക്ഷിക്കുന്ന തസ്തികയാണ് ജൂനിയർ എഞ്ചിനീയർ. ഒക്ടോബർ 27 മുതൽ 31 വരെയാണ് പരീക്ഷ. എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആണ് യോഗ്യത. 18 മുതൽ 32 വയസ്സ് വരെയാണ് പ്രായപരിധി. 35,400 രൂപ മുതൽ 1,12,400 രൂപ വരെയാണ് ശമ്പള സ്കെയില്. ഇതിൻ്റെ പരീക്ഷാഘട്ടങ്ങൾ: ടയർ 1 2 മണിക്കൂർ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ് 50 ചോദ്യം 50 മാർക്ക്. ജനറൽ അവയർനെസ് 50 ചോദ്യം 50 മാർക്ക്. ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 100 ചോദ്യം 100 മാർക്ക്. ടയർ 2 2 മണിക്കൂർ ആണ് പരീക്ഷാ സമയം. ടെക്നിക്കൽ 100 ചോദ്യം 300 മാർക്കിൻ്റെ. അങ്ങനെയാണ് അതിൻ്റെ സിലബസ് അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതോടെ ഇന്നത്തെ തൊഴിൽ വാർത്തകൾ അവസാനിച്ചു. മറ്റൊരു തൊഴിൽ വാർത്തയുമായിട്ട് വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.